ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് നമുക്ക് തീയൊന്നും കത്തിക്കാതെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണ്. വടകപ്പുളി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് അധിക ദിവസമൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കുറച്ച് ദിവസമൊക്കെ വെക്കണമെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പുറത്ത് 2-3 ദിവസത്തിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ കുറച്ചധികം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി രുചി കൂടും കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഒരു മണം വരാനുണ്ട്. ആ ഒരു മണം കൊണ്ട് തന്നെ നമുക്ക് ചോറുണ്ടാന്ന് പറയുന്ന പോലെയാണ്. എല്ലാ ഭാഗത്തും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് സദ്യയിലൊക്കെ ഉണ്ടാവുന്ന ഒരു അച്ചാറാണ് കേട്ടോ. എന്നിട്ട് അവരത് ചോദിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നത്. ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു അച്ചാറാണ് കേട്ടോ. എപ്പോഴും ഞാൻ പറയണ പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട, വടകപ്പുളി മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് താത്താടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആണെങ്കിൽ തീരെ കയ്പില്ല, നിറച്ചുണ്ടാവും ചെയ്യും. മാഷാ അല്ലാ, നിറച്ചുണ്ടാവാറുണ്ട്. താത്ത കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കടയും തലയും മുറിച്ച് കളയാന്ന് പറഞ്ഞാൽ 2 സൈഡിലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ഇതാ ഇങ്ങനെയുള്ളത്, അതങ്ങോട്ട് മുറിച്ച് കളയണം. പിന്നെ ഒന്നും നമ്മൾ കളയണില്ല കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതാ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് ഇനിയൊന്നും കളയാനില്ല കേട്ടോ, തൊലിയൊന്നും കളയണ്ട. ഇതുപോലെ നടു കീറിയതിൻ്റെ ശേഷം വീണ്ടും നടു മുറിച്ച് കൊടുക്കണം. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കിട്ടണം. പിന്നെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കും വേണമല്ലോ. അതിൻ്റെ നടുവിലത്തെ ഒരു പാട പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് മാത്രമാണ് കളയണത്, തൊലിയൊന്നും കളയണില്ല. ഇതാ നൈസാക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. എത്രത്തോളം നമുക്ക് കുനുകുനായിട്ട് മുറിക്കാൻ പറ്റും അത്രത്തോളം ആക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇതെന്തായാലും മുറിച്ചെടുക്കണമെങ്കിൽ നല്ല മൂർച്ചുള്ള കത്തി വേണം, അല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് മുറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നടുവിലത്തെ ആ ഒരു ഇതും പിന്നെ അതുപോലെ ആ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വടകപ്പുളി വെച്ചിട്ടാണ് ഇവിടെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കി നോക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുനുകുനായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തോളൂ. ഇതിലാകെ ഒരു പണി എന്ന് പറയുന്നത് ഇതൊന്ന് മുറിച്ചെടുക്കലാണ്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, തീയൊന്നും കത്തിക്കേണ്ട, തീ പോലും കൂട്ടാതെ നമ്മൾ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ലേ. അപ്പോൾ ഈ ഒരു ഓണത്തിന് എന്തായാലും വടകപ്പുളിയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറേ ഒന്നും വേണ്ട, കുറച്ചൊന്ന് അച്ചാറിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് വന്ന് പറയണേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ അച്ചാർ അധിക ദിവസമൊന്നും പുറത്തിരിക്കില്ല, എന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാസങ്ങളോളം വെക്കൂട്ടെ. എൻ്റെ ഉപ്പൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിട്ട് ഒരു 5-6 മാസമൊക്കെ ഇത് കൂട്ടാറുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് നാശമാവുന്നില്ല. പിന്നെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണ കാരണമാണ് പുറത്ത് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു പോവുമല്ലോ, അങ്ങനെ ആയി പോവുകയും ചെയ്യാട്ടോ. ഇത് കുഴഞ്ഞങ്ങോട്ട് പോവും, അത് കാരണം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ കുറച്ചധികമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രിഡ്ജിൽ തന്നെ വെച്ചോളൂ. അപ്പോൾ നമ്മൾ വടകപ്പുളിയൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് വേണം കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുക്കുന്നത്, കുറച്ച് വലുതായതുകൊണ്ടാണ്. അപ്പോൾ അതും ഇതുപോലെ ചെറുതാക്കിയിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുക, വട്ടത്തിലായിട്ട് മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുത്തോളൂ. ഈ ഒരു അച്ചാറിന് ഇഞ്ചിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ, പച്ചമുളക് മാത്രം മതി. ഇനി ഇതാ നമ്മൾ ഈ മുറിച്ച് വെച്ച ഈ വടകപ്പുളി ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു മണ്ണിൻ്റെ ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് പൊടി എത്രയാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. എൻ്റെ മുളക് പൊടി നല്ല എരിവാണ്, കാരണം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ മുറിച്ച് വെച്ച ആ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അപ്പോൾ അതും കൂടി ഒന്ന് നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്ന കറിവേപ്പിൻ്റെ ഇല ആണെങ്കിൽ ഒന്നും കൂടി നല്ല മണം കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാണ്, അത് കാരണം ചെറിയ ഇല, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വലിയ ഇലയൊക്കെ ആണെങ്കിൽ ഒന്ന് കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിനിപ്പോൾ കളറിന് വേണ്ടിയിട്ട് നിങ്ങൾ കാശ്മീരി ചില്ലി ഒന്നും ഇട്ട് കൊടുക്കരുത്. നമ്മുടെ നാടൻ രുചി കിട്ടണമെങ്കിൽ ആ ഒരു മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കാശ്മീരി ചില്ലി ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതാ ഉലുവയും കായും പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ കായപ്പൊടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇത് നമ്മുടെ കായ ഉണ്ടല്ലോ, എലിജിയുടെ കായം, അപ്പോൾ അത് ഞാനൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തതാണ്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ താരം. അപ്പോൾ ഇത് കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. പച്ച വെളിച്ചെണ്ണയാണ്, ചൂടാക്കൊന്നും വേണ്ട, പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതും കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് സുറുക്കൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല, ഇത്രേ ഉള്ളൂ നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മണം മതിയിട്ട് നമുക്ക് ഒരു പറ ചോറുണ്ടാന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്ര പണിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങളല്ലേ വേണ്ടുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലത്തെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാറുണ്ട്, ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതിൽ നമ്മൾ കടുക് ഉലുവ അങ്ങനെയൊന്നും പൊട്ടിച്ചിടണമെന്നില്ല കേട്ടോ, കടുകൊന്നും വറുത്തിടുന്നില്ല. നമ്മളിതിലേക്ക് ആകെ ഉലുവയും കായും പൊടിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, അല്ലാണ്ട് നമ്മൾ എല്ലാ അച്ചാറിലും കടുകൊക്കെ പൊട്ടിച്ചിട്ടില്ല, അതുപോലൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ അച്ചാർ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.